നമ്മളുടെ ഗ്രീൻ ഹൗസ് ക്ലീനിങ്ങിന്റെ പ്രശ്നേഷൻ എന്ന് പറയുന്ന രോഹിത് പുതിയ വീഡിയോ കുറച്ച് മുന്നേ വന്നിട്ടുണ്ട്. അപ്പോൾ രോഹിത്തിനായിരിക്കും അറിയായിരിക്കും പ്രശ്നേഷനെ വിളിക്കുന്നത്. ഞാൻ പ്രശ്നേഷനെ വിളിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. എല്ലാവർക്കും അറിയാവുന്നത് ആ ഒരു പേരിലായതുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്നുള്ളൂ. നമുക്ക് പുള്ളിക്ക് എന്താ പറയാനുള്ളതെന്ന് നോക്കാം. ഇപ്പോഴത്തെ മറ്റേ ജനൽ വിളിക്കുന്നതിന് പൊട്ടപ്പെട്ടോ ഒച്ച കേട്ടിട്ടാണ് ഇവർ വന്നതെന്നുള്ളത്. അതിപ്പോ ഞാൻ കാണിച്ചില്ല ആര് എവിടെയാണ് ഒച്ച ഇട്ടെന്നുള്ളത് നമുക്ക് ഇവിടെ കാണാം. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് ജനലിൽ കൊട്ടിട്ട് പറഞ്ഞ അമ്മാന്ന് കോളിംഗ് അവർ ഓഫ് ആക്കിയിരുന്നു. ഞാൻ അടിച്ചു കഴിഞ്ഞു. അതായത് പുള്ളിയുടെ എന്തോ കുറച്ച് പണി സാധനങ്ങൾ എന്തോ എടുക്കാനുണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അമ്മയുടെ ചോദിച്ചപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞ് 11 മണിക്ക് വന്നോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് രാത്രിയാണോ രാവിലെ എന്നുള്ളത് രണ്ട് സൈഡിൽ നിന്ന് ക്ലിയർ ആക്കിയിട്ടില്ല. ഇവര് രാത്രിയാണ് ചെന്നത്. അപ്പൊ ആ ചെന്ന സമയത്ത് ഉണ്ടായ കുറച്ച് സംഭവങ്ങളുടെ വീഡിയോ ആണ് പുള്ളി റെക്കോർഡൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പൊ ബാക്കി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓഫാക്കി ഞാൻ വാതിലാദ്യം കൊട്ടിട്ട് പറഞ്ഞ അമ്മ തുറന്ന അമ്മ നാളത്തെ പണിസാരം എടുക്കാൻ വന്ന അമ്മ. അപ്പൊ ഒരനക്കമില്ല. അപ്പൊ ഞാൻ ഇവരുടെ മുറിയിലെ ജനലിന്റെ അവിടെ പോയി കൊട്ടിട്ട് പറഞ്ഞ് അമ്മ, കാരണം അടുത്ത ആളുള്ളത് എനിക്ക് മനസ്സിലായി. ഞങ്ങള് വണ്ടിയിൽ വരുമ്പോഴാണ് ഇവര് വണ്ടി കണ്ടപ്പോഴാണ് വാതിൽ അടച്ചിട്ട് ലൈറ്റ് ഓഫ് ആക്കിയത്. ഇത് പ്രശ്നം ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചു തന്നെയാണ് അങ്ങനെ. അത് വണ്ടി വരുമ്പോഴത്തേക്കും അവരെന്തായാലും ലൈറ്റ് ഓഫ് ആക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഗുരുതരമായിട്ടുള്ള തെറ്റാണ് ചെയ്തിട്ടുള്ളത്. സ്വന്തം പെങ്ങളെ പറ്റിയിട്ട് ആ ഒരു കാര്യം നിങ്ങൾ ഇതുപോലത്തെ ഒരു വലിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പറയരുതായിരുന്നു. ആ കുട്ടിക്കും ഒരു ഭാവിയുള്ളതല്ലേ. കുറെ യൂട്യൂബേഴ്സ് നിങ്ങൾക്കത് റിയാക്ട് ചെയ്തിട്ടുണ്ട്. രണ്ട് സൈഡിലും തെറ്റുകളുണ്ട്. അപ്പൊ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ ആ ഒരു ചെയ്ത കാര്യം ഒരിക്കലും ഒരു പെങ്ങൾക്ക് സഹിക്കാണ്ടി പറ്റില്ല. സ്വന്തം ചേട്ടൻ അങ്ങനെ എല്ലാവരും ഫ്രണ്ടിൽ ഇങ്ങനെ അതുപോലെ പറയുമ്പോഴത്തേക്കും അപ്പൊ അതിന്റെ ഒരു വിഷമത്തിലും കൂടി ആയിരിക്കും ആ ഒരു വാതിലടച്ചത്. സാധനം എടുത്തിട്ട് പോയിരുന്നെങ്കിൽ എന്നുവെച്ചാല് ഞങ്ങളെ വയ്യാക്കകത്ത് കയറ്റിയിരുന്നെങ്കിൽ ഇത്ര പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. അതുപോലെ ഇവര് പുറത്തോട്ട് ഇറങ്ങി വന്നിട്ട് ഭയങ്കരത്തിൽ ഒച്ചത്തിലാണ് സംസാരിച്ചതും ഷൗട്ട് ചെയ്തതും. അത് കേട്ടിട്ടാണ് നാട്ടുകാർ വന്നത്. ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തതാണോ ഇല്ലെന്നുള്ള സംഭവങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ കാണുന്നില്ല. അത് ആരുടെ ഭാഗമാണ് ശരി എന്നുള്ളത് അറിയില്ല. അതിന്റെ ബാക്കിയുള്ള വീഡിയോസ് ഇനി ഭാവിയിൽ വരുമ്പോഴത്തേക്കും നമ്മൾക്ക് പറയാം ആരുടെ സൈഡിലാണ് ശരി എന്നുള്ളത്. അപ്പൊ എന്തായാലും നിങ്ങൾ ആ ഒരു 11 മണി എന്നുള്ളത് ക്ലിയർ ആയിട്ട് ചോദിച്ചിട്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ ഒരു ഇതേപോലെ നിങ്ങൾക്ക് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു പിണക്കം ഉള്ള സാഹചര്യത്തിൽ അതൊന്ന് വ്യക്തമാക്കാമായിരുന്നു. ഒരിക്കലും രാത്രി 11 മണി എന്ന് പറഞ്ഞൊരു സമയം അതെനിക്ക് തോന്നുന്നില്ല. ഇങ്ങനത്തെ ഒരു പ്രശ്നമുള്ള സാഹചര്യത്തിൽ രാത്രി 11 മണിക്ക് വരാൻ വേണ്ടി പറയുമെന്ന് തോന്നുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളുടെ നടുവിൽ ആരെങ്കിലും ഒരാൾ മധ്യസ്ഥം വഹിക്കാനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ പോകാമായിരുന്നു. മനസ്സിലായില്ലേ? അപ്പൊ അതൊക്കെ നിങ്ങളുടെ സൈഡിൽ നിന്ന് വരുന്ന ഒരു മിസ്റ്റേക്കാണ്. അത് ചെയ്തു വെച്ചെങ്കിൽ ഇത്രയും ഒരു പ്രശ്നം വരത്തില്ലായിരുന്നു. കാണുന്ന ആൾക്കാർക്കും നിങ്ങളുടെ കൂടെ നിൽക്കാനായിട്ട് തോന്നുള്ളൂ. അപ്പൊ ബേസിക്കായിട്ട് നമ്മൾ ഇതേപോലെ പ്രശ്നത്തോടെ പോകുമ്പോഴത്തേക്കും നിങ്ങൾ ആ ഒരു മര്യാദ നോക്കണ്ടായിരുന്നു. നിങ്ങൾ രാത്രി 11 മണിക്കാണ് പോയത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതിനു ശേഷം. അതേപോലെ അത് ചിലപ്പോൾ നിങ്ങൾ കൊടുക്കാനായിട്ടായിരിക്കാം. അത് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പറയുന്ന സത്യമായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ സൈഡിലേക്കും സത്യം. അതിപ്പോ നമുക്ക് ആരുടെ സൈഡിലെന്ന് പറയാൻ പറ്റൂല. അത് നമുക്ക് പിന്നീടുള്ള എന്തെങ്കിലും തെളിവുകൾ കാണിക്കാൻ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പുറത്ത് നിൽക്കുമായിരുന്നു. ഞാൻ വീടിന്റെ അകത്ത് കയറിയില്ല ആ സമയത്ത്. അത് നമ്മൾ കാണിച്ചു കൊടുത്തരാം. അവര് വന്നിട്ട് തുറക്കുമ്പോൾ ഇത് എന്താന്നുള്ളത്. ആക്ച്വലി അവർ തുറന്നു തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അമ്മയ്ക്ക് അകത്ത് കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. ഞാനിങ്ങനെ ഈ പുറത്തുനിന്ന് ഒരാളുടെ ശബ്ദം കേൾക്കുമല്ലോ, മോൻ തുറന്നാ അപ്പൊ അത് കേട്ടിട്ട് അപ്പൊ അതെന്തിനാണ് ഒരാൾക്ക് ശല്യം എന്ന് തോന്നുമ്പോഴത്തേക്കും നിങ്ങൾ എന്തിനാണ് പിന്നീടും തുറന്നതാന്ന് പറയുന്നത്? ആ ഒരു വ്യക്തിക്ക് നിങ്ങൾ അവിടെ നിങ്ങളുടെ പ്രസൻസ് ശല്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് പിന്നെ വരിക. ആരെങ്കിലും കൂട്ടിയിട്ട് അവരായിട്ട് അടുപ്പമുള്ള വേറെ നിങ്ങളുടെ ആരെങ്കിലും റിലേറ്റീവ്സിനായിട്ട് പിന്നെ വരിക, രാവിലെ വരിക. അതാണ് കുറച്ചും കൂടി ബുദ്ധിപരമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഇതൊക്കെയാണോ വിളിച്ചത്? ഇതൊക്കെ ജാമ്യമില്ലാ വകുപ്പാണ്. അതുപോലെ ഒരാളുടെ വണ്ടിക്ക്, അതായത് പൊതു സ്ഥലത്ത് നിർത്തിയിട്ട് വണ്ടി തിരിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടിക്ക് അകത്തോട്ട് വലിഞ്ഞു കയറിയിട്ട് ഇവള് വരെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ എന്റെ ഭാര്യ വരെ ഇരിക്കുന്ന വണ്ടിക്കകത്തോട്ട് വലിഞ്ഞു കയറിയിട്ട് അവൻ കാണിക്കുന്ന ആക്രമണമാണ് നിങ്ങൾ കണ്ടത്. ഇത്രയും ബോധ്യം പുള്ളിക്ക് നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഇതേപോലുള്ള കോപ്രായങ്ങൾ കാണിക്കില്ലായിരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന ആ വീഡിയോസ് ഒന്നും ചെയ്യില്ലായിരുന്നു ഇത്രയും ബോധം ഉണ്ടെങ്കിൽ. എന്നിട്ട് പിന്നെയും വീണ്ടും നിങ്ങൾ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നതാണ്. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഈ വീഡിയോ എന്താണ് ഉദ്ദേശിക്കുന്നുള്ളതാണ്. പിന്നെ അവിടുത്തെ ആൾക്കാർ നിങ്ങളെ കൈയേറ്റം ചെയ്യാൻ ശ്രമിച്ചത് വളരെ മോശമാണ്. ആ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ പറ്റുന്നില്ല, ഫോൺ ഇടയ്ക്ക് താഴെ വീഴുന്നുകൊണ്ടിട്ട്. അപ്പൊ അതിന്റെ കാര്യം നിങ്ങൾ
നിയമപരമായിട്ട് പോവുക. അപ്പൊ ആൾക്കാരൊന്ന് കൈയേറ്റം ചെയ്ത വീഡിയോ നിങ്ങൾ യൂട്യൂബിൽ ഇടുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷെ അമ്മയെയും പെങ്ങളെ പറ്റിയുള്ള വീഡിയോസ് അത് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കുടുംബ വഴക്കാണ്, മനസ്സിലായില്ലേ? അതൊന്നും നിങ്ങൾ ഇതിൽ കൊണ്ട് ഇടാതിരിക്കുക. അത് നിങ്ങൾ നമ്മുടെ വണ്ടിക്ക് അകത്തോട്ട് വലിഞ്ഞു കയറിയിട്ട് ഇവള് വരെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ എന്റെ ഭാര്യ വരെ ഇരിക്കുന്ന വണ്ടിക്കകത്തോട്ട് വലിഞ്ഞു കയറിയിട്ട് അവൻ കാണിക്കുന്ന ആക്രമണമാണ് നിങ്ങൾ കണ്ടത്. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും അവന്മാർ വണ്ടിയുടെ പുറകൊക്കെ അടിച്ചു. അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന്, അതായത് ഈ സൈഡിൽ നിന്ന് ഇവൻ പറഞ്ഞപ്പോഴത്തേക്കും ഇവൻ എന്റെ കുത്തിനേറെ പിടിച്ചേക്കുക. ആ കൂട്ടത്തിലാണ് ഇവളുടെ കൈക്കൊക്കെ ഒരു അപകടം സംഭവിച്ചത്. അതായത് കൈ പിടിച്ച് ഓടിച്ച്. പിന്നെ ഇപ്പുറ സൈഡിൽ നിന്ന് ഒരു കിളകം തുറന്നിട്ട് അയാള് ഭയങ്കര അശ്ലീലമായിട്ടുള്ള മുണ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് അത്രയും ഇടിച്ചാൽ കൊല്ലാൻ തോന്നി. പക്ഷെ ഒരിടി നമ്മുടെ പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും അത് കൂട്ടേടിയാവും. അതിനകത്ത് എനിക്ക് ഇവളുടെ സേഫ്റ്റി എക്സ്ട്രാ കെയർ ചെയ്യാൻ പറ്റണമെന്നില്ല. എന്നെ ആക്ച്വലി അവന്മാര് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് എന്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് കൂട്ടുകാരന്റെ ഉടുപ്പും അവന്മാര് വലിച്ചു കീറി. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഞങ്ങള് തിരിച്ച് ചെയ്യാനായിട്ട് ശേഷിയില്ലാത്തതുകൊണ്ടല്ല തിരിച്ച് ചെയ്യാഞ്ഞത്. ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് തിരിച്ചു ചെയ്യാൻ പറ്റില്ല, കാരണം അവിടെ ഓൾറെഡി ഓപ്പോസിറ്റ് സൈഡിലുള്ള ആൾക്കാരുടെ ബലം നമ്പേഴ്സ് കൂടുതലാണ്. പിന്നെ രണ്ടാമത്തെ മണ്ഡലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് അവിടെ അത്രയും ആള് കൂടുമ്പോഴത്തേക്കും എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പോകാൻ നോക്കുക, മനസ്സിലായില്ലേ? ഓൾറെഡി അവിടെ നിൽക്കുന്ന ആൾക്കാർ നിങ്ങൾക്ക് എതിരാണ്. എന്താ കാര്യം? നിങ്ങളുടെ മണ്ടത്തരം കൊണ്ട് തന്നെ നിങ്ങൾ നേരത്തെ ഇട്ട വീഡിയോ, പെങ്ങളെയും അമ്മയും പറ്റിയിട്ട വീഡിയോ, അതിപ്പോ ആരുടെ സൈഡിലാണ് തെറ്റുന്നുണ്ടെങ്കിലും കൂടുതൽ സപ്പോർട്ട് അവർക്ക് രണ്ടുപേർക്ക് മാത്രമേ കിട്ടുള്ളൂ, മനസ്സിലായില്ലേ? അതാണ് ഫസ്റ്റ് മണ്ടത്തരം. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ പറഞ്ഞു തീർക്കുക. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളെ മധ്യസ്ഥത വിളിച്ചിട്ടോ, നിങ്ങളുടെ ഫാമിലിയിൽ ഓൾറെഡി ഉണ്ടാവുമല്ലോ, ഫാമിലി അല്ലെങ്കിൽ നാട്ടിൽ ആരെങ്കിലും ഉണ്ടാവും, അവരുടെ മധ്യസ്ഥയിൽ കാര്യങ്ങൾ പറഞ്ഞ് സോൾവ് ആക്കുക. വെറുതെ ഇത്രയും വരെ ഒന്നും ചെറിയ കുടുംബ വഴക്ക് എത്തിക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോ ഇൻഡോ പാകിസ്ഥാൻ വാറിന്റെ ചർച്ച നടക്കുന്ന പോലത്തേക്ക് ഒരു ഇതൊക്കെ ആയിട്ട് നിങ്ങൾ മാറ്റിയിട്ടുണ്ട്, മനസ്സിലായി? ഇത് ഇത്രയും വലിയ കാര്യമാക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ കുടുംബത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ അതിനെ ഡിസ്കസ് ചെയ്ത് തീർക്കുക. എന്തിനാണ് ബാക്കിയുള്ള ആൾക്കാരുടെ ഫ്രണ്ടിലേക്ക് ഇതിട്ടിട്ട് നിങ്ങൾ നാണം കിടുന്നത്? ഇതാണ് എന്റെ ഉള്ളത്. വീട്ടുകാർക്ക് ഞാൻ അച്ഛൻ്റെ കയ്യിൽ അച്ഛന്റെ കൂടെ മറ്റേ വീടിന്റെ ഓണർഷിപ്പ് ഒക്കെ എഴുതി കൊടുപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അമ്മയും അനിയത്തി സേഫ് ആണ്, അവരുടെ കാര്യം സെറ്റിൽഡ് ആണ് എന്നുള്ളത് കൊണ്ട് സന്തോഷമുണ്ട്. അല്ല അതിന് കണക്കോ കാര്യങ്ങളോ ഒന്നുമല്ല. ഓക്കെ, അപ്പൊ അവരുടെ സൈഡ് സേഫ് ആയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, അത് വളരെ നല്ലൊരു കാര്യം. അപ്പൊ ആകെ ഒരു പ്രശ്നമുള്ളത്, നിങ്ങൾ ഈ വീഡിയോ പിന്നെ അവരെ പറ്റി ഇടുമ്പോഴത്തേക്കും നിങ്ങൾ രണ്ട് വള്ളത്തിൽ കാലയോട്ടുന്ന പോലത്തെ ഒരു നിലപാടായിട്ട് തോന്നുന്നത്. നിങ്ങൾ അവരുടെ നന്നാവട്ടെ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്, പക്ഷെ അവരെ ഇതേപോലെ സമൂഹത്തിന്റെ ഫ്രണ്ടിൽ മോശമാക്കുന്ന രീതിയിലുള്ള വീഡിയോസ് നിങ്ങൾ ഇടുന്നുണ്ട്. അപ്പൊ അത് കാണുന്ന ആൾക്കാർക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകും, മനസ്സിലായി? അവിടെ ഒരു കണക്ഷൻ വരുന്നില്ല. കാര്യങ്ങളിൽ അമ്മ പറയുമ്പോഴത്തേക്ക് സോഷ്യൽ മീഡിയയിലൊന്നും അമ്മ പറയുന്നില്ല, കണ്ണിങ് ആയിട്ട് നിൽക്കുവാണ്. പക്ഷെ നമ്മുടെ മറ്റേ ഓഡിയോ ക്ലിപ്പിനകത്ത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് സംസാരിച്ചപ്പോൾ ഓഡിയോ ക്ലിപ്പിൽ വരെ നമ്മുടെ കയ്യിലുണ്ട്. അമ്മ പറയുന്നുണ്ട്, കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോ അവൻ മാറിപ്പോയി, അവള് വന്നു കഴിഞ്ഞപ്പോഴാണ് മാറിയത്. നിനക്ക് ലാസ്റ്റ് പറഞ്ഞ ഡയലോഗ് എന്നെ തല്ലിച്ച സമയത്ത് നീ അമ്മയുടെ പോയി ചോദിച്ചു, അമ്മയ്ക്ക് സന്തോഷമായില്ലേ എന്ന് ചോദിച്ചു. ഇത്രയും കാലം നോക്കിയതിനുള്ള നന്ദിയാണല്ലേ കാണിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും അമ്മ പറഞ്ഞത് എല്ലാത്തിനും കാരണം നീയാണ്. ഞാൻ എന്താ ചെയ്തത്? ഞാൻ ആരുടെയും ഭാഗത്ത് നിന്നില്ല. ഇവര് അമ്മയും മക്കളും തമ്മിലുള്ള പ്രശ്നം ഞാൻ ആരുടെയും ഭാഗത്ത് ഇടപെട്ടില്ല, ഒന്നും ചെയ്തില്ല. എന്നിട്ട് പറയുന്നത് ഞാൻ കാരണമാണ് ഈ പ്രശ്നം മൊത്തം ഉണ്ടായത്. ഞാൻ എന്താ ചെയ്തത്? എനിക്ക് മനസ്സിലാവുന്നില്ല. നീ എന്നെ കല്യാണം കഴിച്ച് എനിക്കൊരു ലൈഫ് ഞാൻ ഇവനെ സപ്പോർട്ട് ചെയ്യുന്നത് അമ്മയ്ക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു. അവർ രണ്ടുപേരും ഇവനെ സപ്പോർട്ട് ചെയ്യാതിരിക്കുമ്പോഴത്തേക്കും എന്നെയും കൂടെ സപ്പോർട്ട് ചെയ്യാത്ത രീതിയിൽ, ഞങ്ങളെ തമ്മിൽ പിരിക്കുന്ന രീതിയിൽ കുറെ ട്രൈ ചെയ്ത്. അത് ഇവര് പറഞ്ഞത് ശരിക്കും സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മള് പല സ്ഥലത്തും അമ്മായിമ്മ മരുമകള് പോലെ കുറെ കേട്ടിട്ടുണ്ട്, പക്ഷെ അമ്മായപ്പൻ മരുമകൻ പോലെ കേട്ടിട്ടില്ല. കാരണം എന്താണ്, ഈ കെട്ടി വരുന്ന കുട്ടി ഈ പയ്യന്റെ വീട്ടിലേക്ക് നിൽക്കുന്നത്. അപ്പൊ അവിടെ വരുമ്പോഴത്തേക്കും അവർ തമ്മിലുള്ള പല അഭിപ്രായ വ്യത്യാസങ്ങളും പിന്നെ ഒരു ജനറേഷൻ ഗ്യാപ്പും രണ്ടുപേരുടെയും വ്യത്യസ്ത ശൈലികളാണ്. അപ്പൊ അത് രണ്ടും ചേരാണ്ട് വരും, മനസ്സിലായില്ലേ? അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാത്ത കുടുംബങ്ങൾ വളരെ ചുരുക്കമാണ്. കൂടുതലും ഇതുപോലെ വഴക്കും ഒച്ചപ്പാടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ ഒരു വീടിൻ്റെ അകത്ത് ശരിക്കും ഒരു കുടുംബമാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പീസ്ഫുൾ ആയിട്ട് പോകാൻ വേണ്ടി പറ്റും. പക്ഷെ ഒരു വീടിൻ്റെ അകത്ത് രണ്ട് കുടുംബം, അതായത് ഈ അമ്മായിമ്മയുടെ ഹസ്ബൻഡ്, അതേപോലെ തന്നെ അമ്മായപ്പൻ, അതേപോലെ തന്നെ ഈ അമ്മായിമ്മയുടെ മോനും മരുമോളും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് രണ്ട് ഫാമിലി ആകുമ്പോഴത്തേക്കും അവിടെ ഓൾറെഡി എല്ലാ കാര്യത്തിലും ഒരു രണ്ട് അഭിപ്രായം ഉണ്ടാവും. ഒന്നെങ്കിൽ ഒരാൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ടി വരും, മറ്റാൾ പറയുന്നത് എല്ലാം കേൾക്കേണ്ടി വരും, മനസ്സിലല്ലേ? പക്ഷെ അത് ഇപ്പോഴത്തെ കാലത്ത് പോസിബിൾ അല്ല.
ഇപ്പൊ വരുന്ന പെൺപിള്ളേരാണെന്നെങ്കിൽ അത്യാവശ്യം വിവരവും ബുദ്ധിയുള്ള ആൾക്കാരാണ്. അവരും തിരിച്ച് കാര്യങ്ങൾ പറയും. അപ്പൊ ഏറ്റവും ബെറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാരേജ് ചെയ്യുമ്പോഴത്തേക്കും സെപ്പറേറ്റ് ആയിട്ട് താമസിക്കാനുള്ള എന്തെങ്കിലും ഒരു വഴി കാണുക, അല്ലെങ്കിൽ കുറച്ചു നാൾ താമസിച്ചതിന് ശേഷം വേറൊരു വീട്ടിലേക്ക് റെന്റ് എടുത്ത് മാറുക. ഉടനെ തന്നെ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചാൾക്ക് ശേഷം റെന്റിന് വീടെടുത്ത് മാറുക. അത് നമ്മുടെ സമൂഹത്തിൽ ഉള്ളൊരു കാര്യമാണ്. അവർ പറഞ്ഞത് റിയൽ ആയിട്ടുള്ള കാര്യമാണ്. അത് ആരുടെയും കുറ്റം കുറവൊന്നുമല്ല. രണ്ട് ഫാമിലി ഒരു വീടിൻ്റെ അകത്ത് ഒരിക്കലും ചേർന്ന് പോകാൻ ചാൻസ് ഇല്ല. എപ്പോഴെങ്കിലും ചേർന്ന് പോകുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഫാമിലി ശ്വാസം മുട്ടൽ അനുഭവിക്കുന്നുണ്ടാവും. അത് മിണ്ടാണ്ടിരിക്കുന്ന ആയിരിക്കും. അത് ഏതെങ്കിലും ഒരു ദിവസം പെട്ടെന്ന് പൊട്ടുമ്പോഴത്തേക്കും അതൊരു വലിയൊരു പൊട്ടിത്തെറി ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് ഇവർ പറഞ്ഞത് കാര്യം തന്നെയാണ്. കുറെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഒന്നും സക്സീഡ് ആകാതെ വന്നപ്പോഴത്തേക്കും നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് അവര് അങ്ങനെ ചെയ്യും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മിക്ക ഫാമിലീസിലും അതിന്റെ ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് അറിയാം, ഞാൻ നോക്കിക്കണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അമ്മായിമ്മയുടെ മോൻ സ്വന്തം മോൻ തന്നെയാണ്. പക്ഷെ ഈ വന്നിരിക്കുന്ന പെണ്ണ് സ്വന്തം മോളായിട്ട് കാണാനായിട്ടുള്ളൊരു അവസ്ഥ ഇല്ല. എന്താണ് സംഭവം എന്ന് എനിക്കറിയത്തില്ല. അത് വന്നു കയറിയ പെണ്ണെന്നുള്ള രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. സ്വന്തം മോൻ്റെ ആ പെൺകുട്ടിയെ കൂടെ ഡിവോഴ്സ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും അവർ നോക്കുമ്പോഴത്തേക്കും എന്താണ് അവരുടെ മോൻ സേഫ് ആണെന്നുള്ള രീതിയാണ്. പിന്നെ അതേപോലെ തന്നെ ഇങ്ങനത്തെ മെന്റാലിറ്റിയുള്ള ആൾക്കാർ കൂടുതലും അവർ ആൺപിള്ളേരെ വളർത്തുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അസറ്റായിട്ട് വളർത്തുന്നത്. ഞങ്ങൾക്ക് പ്രായമാകുമ്പോഴത്തേക്കും ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിലാണ് വളർത്തുന്നത്. മനസ്സിലായില്ലേ? എന്തോ ഒരു അവരുടെ സ്വന്തം പ്രോപ്പർട്ടി പോലെയാണ് വളർത്തുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലാണ് ഈ നമ്മൾ കുട്ടികളെ എന്താ പറയുക ഉണ്ടാക്കേണ്ടതോ അല്ലെങ്കിൽ കുട്ടികളെ വളർത്തേണ്ടതും അങ്ങനത്തെ ഒരു സംഭവം നമ്മളുടെ മനസ്സിൽ പാരൻസ് എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവെക്കുന്നത് ഒട്ടും നല്ല കാര്യമില്ല. കാരണം അവരും വ്യത്യസ്തമായിട്ടുള്ള വ്യക്തികളാണ്. അവർക്കും പല ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും കാണും. അപ്പോൾ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ ഉണ്ടാക്കുക എന്നുള്ളൊരു സംഭവം അതിനോടൊട്ടും യോജിക്കാൻ പറ്റത്തില്ല. അപ്പം ഇങ്ങനെ ഒരു സംഭവം വന്നുകൊണ്ടിട്ടാണ് പ്രായമാകുമ്പോഴത്തേക്കും ഞങ്ങൾ നോക്കണം എന്നുള്ളൊരു മെന്റാലിറ്റി ഉള്ളതുകൊണ്ടാണ് കൂടുതലും ഇങ്ങനത്തെ ഒരു സംഭവം കാണുന്നത്. ഇതൊക്കെ ശരിക്കും എന്താണ് കൃഷി കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. മനസ്സിലായില്ലേ? കൃഷി കുടുംബത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കുടുംബത്തിന് കുറേ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ വരുന്ന നെക്സ്റ്റ് ജനറേഷൻ ഫുള്ളും ആ ഒരു വീട്ടിൽ തന്നെ ആയിരിക്കും വന്ന് കൂടുന്നത്. വന്നു കയറുന്ന പെണ്ണുങ്ങളെല്ലാം ആ വീട്ടിൽ തന്നെ ആയിരിക്കും. അതേപോലെ തന്നെ അവർ എന്താ പറയുക അടുത്ത ജനറേഷനും അതേപോലെ തന്നെ പോകും. ഇവർക്ക് കൃഷിയും സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മനസ്സിലായില്ലേ? പക്ഷെ ഇപ്പോഴുള്ള ഫാമിലീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക കുറച്ചും കൂടി അതിനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പഠിപ്പും വിവരമൊക്കെ ഉള്ള ഫാമിലീസാണ്. അപ്പോൾ അവർക്ക് എന്താ പറയുക എഞ്ചിനീയറോ ഡോക്ടേഴ്സോ വക്കീലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്വന്തം വീട്ടിൽ തന്നെ നിന്നിട്ട് ജോലി ചെയ്യാനായിട്ടുള്ള സാഹചര്യമല്ല. അവർക്ക് പുറത്തു പോയിട്ട് ജോലി ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതേപോലെ വീട്ടിൽ നിന്ന് നിൽക്കുമ്പോഴത്തേക്കും പാരൻസിന് ഇതേപോലത്തെ എന്താ പറയുക എന്നെ നോക്കണം എന്നുള്ള ഓരോ മെൻറ്റാലിറ്റിയൊക്കെ ആയിരിക്കും എൻ്റെ ഒരു അസറ്റായിട്ട് തോന്നും. അപ്പം അത് എന്താ പറയുക പറ്റാവുന്ന ആൾക്കാർ പാരൻസ് നോക്കുക, അല്ലെങ്കിൽ അവരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ പാരൻസ് ചിന്തിക്കാനായിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുട്ടികളെ ഉണ്ടാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചോയ്സാണ്. മനസ്സിലായില്ലേ? അപ്പോൾ കുട്ടികളുണ്ടായി കഴിയുമ്പോഴത്തേക്കും അവർ ഒരു 18 വയസ്സ് അല്ലെങ്കിൽ കോളേജ് പ്രായം കഴിയുമ്പോഴത്തേക്കും അവരുടെ വഴിക്ക് വിടുക. നിങ്ങൾ അത്രയും കൊല്ലം വളർത്തിയില്ലേ? ബാക്കിയുള്ള ജീവികളെല്ലാവരും അതിൻ്റെ കുട്ടി മെച്ചുവേർഡായി കഴിയുമ്പോഴത്തേക്കും അതിനെ മൈൻഡ് ചെയ്യാതെ വിടും. പിന്നെ ആ ഒരു കുട്ടി മെച്ചുവേർഡായിട്ട് അവർ ഒറ്റക്കാണ് ജീവിക്കുന്നത്. പക്ഷെ മനുഷ്യൻ മാത്രമാണ് എപ്പോഴും ആ കുട്ടി എത്ര വലുതായിട്ടുണ്ടെങ്കിലും കുട്ടി എപ്പോഴും അമ്മയും അച്ഛനും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കുട്ടി എപ്പോഴും കുട്ടി തന്നെ ആയിരിക്കും. ആ കുട്ടിയുടെ താഴെ വേറെ കുട്ടി ഉണ്ടെങ്കിലും പേരക്കുട്ടി ഉണ്ടെങ്കിൽ പോലും ഇതിനെപ്പോഴും കുട്ടിയായിട്ട് കാണുള്ളൂ. അത് ഭയങ്കര കോമഡി ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം പാരൻസും പതിയെ മാറി ചിന്തിക്കാൻ തുടങ്ങുക. അവർക്ക് അവരുടേതായിട്ടുള്ള സ്വപ്നവും കാര്യങ്ങളുണ്ട്. നിങ്ങളെപ്പോഴും ഒരു കുട്ടീനെ ഉണ്ടാക്കുമ്പോഴത്തേക്കും അത് അവരുടെ ഒരു വ്യക്തിത്വ താല്പര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്. പിന്നൊരു പ്രശ്നേഷിൻ്റെ രോഹിതിൻ്റെ വീഡിയോ അത് ഞാൻ നോക്കുമ്പോഴത്തേക്കും യൂട്യൂബിൽ കുറേ റിയാക്ഷൻ ചെയ്യുന്ന കുറേ യൂട്യൂബേഴ്സ് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ഈ രോഹിതിനെ പുള്ളിയുടെ വൈഫിനെയൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോഴും രണ്ട് ഭാഗത്തുള്ള സത്യം നിങ്ങൾ പൂർണ്ണമായിട്ട് അറിഞ്ഞിട്ടില്ല, ആരുടെ സൈഡിലൊക്കെ തെറ്റുണ്ടെന്നുള്ളത്. ജസ്റ്റ് ഒരു വീഡിയോ നമ്മളത്തേക്കും എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്, അപ്പോൾ കണ്ട അവനെ അപ്പാന്ന് വിളിക്കുന്ന പോലത്തുള്ള റിയാക്ഷനൊക്കെ ചെയ്യുന്നത്. ചില വീഡിയോസിനൊക്കെ തമ്മിൽ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ് രോഹിത് പോലീസിനെ പിടിക്കില്ലെന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും കാണികളെ വിളിച്ച് കയറ്റിയിട്ട് കാണിപ്പിക്കണം. എന്തൊക്കെ മോശമായിട്ടുള്ള ചീത്തയും കാര്യങ്ങളൊക്കെയാണ് ഇയാളെ വിളിക്കുന്നത്. അതൊക്കെ വളരെ പ്രാകൃതമായിട്ടുള്ള സമൂഹത്തിന്റെ കാഴ്ചപ്പാടാണ്. കുറച്ചു നാൾ മുന്നേ മധു എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ കുറെ പേര് തല്ലിക്കൊന്നില്ലേ?
വിശപ്പിന് വേണ്ടി കുറച്ച് ഭക്ഷണം എടുത്തതിൻ്റെ പേരിൽ. അതേപോലത്തെ മെൻറ്റാലിറ്റി തന്നെയാണ് ഇതേപോലത്തെ യൂട്യൂബേഴ്സിനും. എങ്ങനെയെങ്കിലും അവനെ വലിച്ച് കീറിയിട്ട് കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് കാണികളെ തെറ്റിപ്പിച്ചിട്ട് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കണം അല്ലേ? അങ്ങനത്തെ ഒരു മൈൻഡാണ് നിങ്ങളുടെ. അല്ലാതെ എന്തെങ്കിലും ഒരു നന്മ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉപദേശം അവർക്ക് പറഞ്ഞു കൊടുക്കണം എന്നുള്ള രീതിയിലല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കുറേ ചീത്ത എന്തൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ആൾക്കാരെ കുറേ കാണിച്ചിട്ട് വൈറലാക്കിയിട്ട് പൈസ ഉണ്ടാക്കണം. അതേപോലെ തന്നെ അവരെ കാണാതിരിക്കുന്ന ആൾക്കാരും ഇതേപോലെ നമ്മൾ നല്ല മാന്യമായ ഭാഷയിൽ ഒരു കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും ആരും കാണാൻ ഉണ്ടാവുന്നില്ല. അവർക്ക് സെൽഫ് പ്ലഷറിന് വേണ്ടിയിട്ട് ഇതേപോലെയുള്ള അശ്ലീലങ്ങൾ കേൾക്കണം എന്നുള്ളത് മാത്രമേ നിങ്ങൾക്ക് സമാധാനമാവുള്ളൂ. അപ്പോൾ കുറച്ചും കൂടിയൊക്കെ മാറി ചിന്തിക്കുക. നിങ്ങൾ ഇതേപോലത്തെ മെൻറ്റാലിറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കുറച്ച് ഹെയ്റ്റ് മാത്രമേ കിട്ടുന്നുള്ളൂ. ഈ കാണുന്ന ആൾക്കാർക്കും അതേപോലെ ഇതേപോലത്തെ വീഡിയോസ് ഉണ്ടാക്കുന്ന ആൾക്കാർക്കും. മനസ്സിലായില്ലേ? നിങ്ങൾ എത്ര തെറ്റ് ചെയ്ത ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഈ ഒരു ജനാധിപത്യ സമൂഹത്തിൽ അവരെ നിങ്ങൾ സമൂഹത്തിനെ വെറുക്കപ്പെട്ടവനായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യരുത്. അവർക്ക് തെറ്റ് പറ്റി, അപ്പോൾ അവർ തിരുത്തിയിട്ട് നമ്മളുടെ സമൂഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയുക. അല്ലാണ്ട് അവനെ ഒറ്റപ്പെടുത്തി അവനെ ശിക്ഷിച്ച് അവനെ ഭയങ്കരമായിട്ട് മാനസിക സംഘർഷം ഉണ്ടാക്കി ആത്മഹത്യയുടെ വക്കിലേക്ക് നിങ്ങൾ ഇതാക്കി വിടരുത്. അവൻ്റെ ആ ഒരു സമയത്തുള്ളൊരു പൊട്ടബുദ്ധിക്ക് എന്തെങ്കിലും തെറ്റ് തോന്നിയിട്ടുണ്ടാവും. നാളെ നിങ്ങൾക്കും വരാം, ഈ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്കും അതേപോലത്തെ സാഹചര്യങ്ങൾ വരാം. അപ്പോൾ ആ സമയത്ത് നിങ്ങളെയും ഇതേപോലെ സമൂഹം ഒറ്റപ്പെടുന്നു. അപ്പോൾ നിങ്ങളുടെ വീഡിയോ ചെയ്യുന്ന രീതി കുറച്ചുകൂടി മാറേണ്ട ആവശ്യമുണ്ട്. വിമർശിച്ചോളൂ, പക്ഷെ വിമർശിക്കുമ്പോഴത്തേക്കും അതിൻ്റെ അവസാനം ആ വിമർശിക്കപ്പെടുന്ന വ്യക്തികൾക്ക് നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ നിന്ന് നല്ലതായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ലൈഫിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടുണ്ടാവണം. അല്ലാതെ ജസ്റ്റ് പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയ പോലെ ഉള്ള രീതിയിലാവരുത്. അപ്പോൾ അത്രയും മാത്രമേ ഞാൻ പറയാനായിട്ടുള്ളൂ. താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.